ദൈവത്തിൻ്റെ ത്രിയേക നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു ദിവസം കൂടെ ദാനമായി നൽകിയ ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം. ഇന്നത്തെ നമ്മുടെ വായനഭാഗം ഇയ്യോബിൻ്റെ പുസ്തകം 28 മുതൽ 31 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ കുറിവാക്യം ഇയ്യോബ് 28-ാം അധ്യായം 28-ാം വാക്യം. കർത്താവിനോടുള്ള ഭക്തി തന്നെ ജ്ഞാനം, ദോഷം അകന്ന് നടക്കുന്നത് തന്നെ വിവേകം എന്ന് അവൻ മനുഷ്യനോട് അരുളി ചെയ്തു. വിശ്വാസ ജീവിതത്തിലെ പ്രതിസന്ധികളെ വളരെ ആഴത്തിൽ കോറിയിട്ടിരിക്കുന്ന ഒരു എഴുത്താണ് ഇയ്യോബിൻ്റെ പുസ്തകം. പച്ചയായ ഒരു മനുഷ്യന് ഇതെങ്ങനെ സാധിക്കും എന്ന് നാം പലപ്പോഴും ഓർത്തു പോകുന്ന അനുഭവങ്ങളിലൂടെ നടന്ന ഒരു വ്യക്തിയായിരുന്നു ഇയ്യോബ്. ഇയ്യോബിൻ്റെ വിശ്വാസവും സാക്ഷ്യ ജീവിതവും നമുക്ക് പിന്തുടരാൻ സാധിക്കുമോ എന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം. അതിനോട് ചേർന്ന് നമ്മുടെ ആത്മീയ ജീവിതത്തിന് ആവശ്യമായ ചില പ്രധാന സത്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാമെന്നത്രേ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട്, ദൈവഭയമെന്ന ജ്ഞാനം ഉള്ളവരാകുക. കേവലം അറിവ് എന്നത് മാത്രമല്ല ജ്ഞാനം. അറിവിനെ ശരിയായ രീതിയിൽ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുവാനുള്ള കഴിവിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ഇയ്യോബ് 28-ാം അധ്യായത്തിൽ മനുഷ്യൻ ഭൂമിയിലെ വിലയേറിയ ലോഹങ്ങളും രത്നങ്ങളുമെല്ലാം ഖനനം ചെയ്ത് കണ്ടുപിടിക്കുന്നതിനെക്കുറിച്ച് പരാമർശിക്കുന്നു. എന്നാൽ സ്വർണവും വെള്ളിയും മനുഷ്യന് ഇത്തരത്തിൽ കണ്ടെത്തുവാനായിട്ട് സാധിക്കും. എന്നാൽ യഥാർത്ഥ ജ്ഞാനം എവിടെയാണെന്ന് കണ്ടെത്തുവാൻ സാധിക്കുമോ? ലോകത്തിലെ ഏറ്റവും വിലയേറിയതായ ജ്ഞാനം എവിടെ നിന്നാണ് ലഭിക്കുന്നത്? അത് കണ്ടെത്തുക എന്നത് തന്നെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരിമിതി. വിപണിയിലെങ്ങും വില കൊടുത്ത് വാങ്ങുവാനായിട്ട് നമുക്ക് സാധ്യമല്ല. ഈ കാര്യത്തിൽ മനുഷ്യർ അജ്ഞരാണ്. എന്നാൽ ദൈവത്തിന് മാത്രമേ യഥാർത്ഥമായ ജ്ഞാനത്തിൻ്റെ വഴി അറിയുകയുള്ളൂ. ജ്ഞാനത്തെക്കുറിച്ച് ഇയ്യോബ് പറയുന്നത് ഇപ്രകാരമാണ്. നമ്മൾ കുറിവാക്യത്തിൽ കേട്ടതുപോലെ കർത്താവിനോടുള്ള ഭക്തി തന്നെയാണ് ജ്ഞാനം, ദോഷം അകന്ന് നടക്കുന്നത് തന്നെയാണ് വിവേകം എന്ന് ഇയ്യോബ് പറയുന്നു. അതിനാൽ ദൈവഭക്തിയോടെ ജീവിക്കുവാനും ദോഷം വിട്ടകന്ന് ജീവിക്കുവാനും നമുക്ക് ഏവർക്കും സാധിക്കണം. രണ്ടാമതായിട്ട്, വിശുദ്ധിയും നിഷ്കളങ്കതയും ഉള്ളവരാകുക. താൻ തൻ്റെ ജീവിതത്തിൽ വിശുദ്ധിയും നിഷ്കളങ്കതയും ഉള്ളവനായിരുന്നു എന്ന് 31-ാം അധ്യായത്തിലൂടെ ഇയ്യോബ് വ്യക്തമാക്കുന്നു. ദൈവം തൻ്റെ വഴികളെയൊക്കെയും സൂക്ഷിക്കുന്നു എന്ന ബോധ്യത്തോടെ ഇയ്യോബ് അവിടെ ചില തീരുമാനങ്ങൾ എടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു. പാപവഴികളിൽ നിന്നും ഇയ്യോബ് തൻ്റെ കണ്ണുകളെ പരിപാലിക്കുന്നു. സാമ്പത്തിക കാര്യങ്ങളിൽ വിശ്വസ്തതയും നീതിയും പാലിച്ചു. അതിനാൽ ആരെയും ചതിക്കുവാനോ നീതികേട് പ്രവർത്തിക്കുവാനോ എനിക്ക് സാധിച്ചിട്ടില്ല. രഹസ്യ പാപങ്ങളിൽ നിന്നും താൻ ഒഴിഞ്ഞിരുന്നു. ആരും കാണാത്തപ്പോഴും ധാർമ്മികതയിൽ നിലനിൽക്കുവാൻ ഇയ്യോബിന് സാധിച്ചു. പ്രിയമുള്ളവരെ, ഇത്തരത്തിൽ ഇയ്യോബിനെ പോലെ ജീവിത വിശുദ്ധി പാലിക്കുവാൻ നമുക്ക് സാധിക്കുമോ? ഇത്തരത്തിൽ ആത്മീയ ജീവിതം വിശുദ്ധിയോടെയും ദൈവഭയത്തോടെയും കരുപ്പിടിപ്പിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും ശക്തീകരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഈ പുതിയ ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ദൈവഭയമെന്ന ജ്ഞാനത്തോടെ ജീവിക്കുവാൻ ഞങ്ങളെ ഏവരെയും ഇടയാക്കണമേ. അശുദ്ധിയും അക്രമങ്ങളും നിറഞ്ഞ ഈ ഒരു ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ വിശുദ്ധിയോടെയും നിഷ്കളങ്കതയോടെയും ജീവിക്കുവാൻ, ഇയ്യോബിനെ പോലെ ജീവിത വിശുദ്ധി പാലിക്കുവാൻ ഞങ്ങളെ ഏവരെയും ഇടയാക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.